നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം സെപ്റ്റംബറിലെ ബുധാദിത്യ രാജയോഗം. സൗഭാഗ്യങ്ങളും പ്രശസ്തിയും ഐശ്വര്യമൊക്കെ കുറച്ച് രാശിക്കാർക്ക് കിട്ടുന്നതാണ്. അത് ഏതൊക്കെ രാശിക്കാരാണെന്നും അതിലൂടെ എന്തെല്ലാം ഫലങ്ങളാണ് അവർക്ക് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. ജ്യോതിഷ സംബന്ധമായ ഇതുപോലത്തെ വാർത്തകൾ അറിയാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ജാതകത്തിൽ ചില രാജയോഗങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതം സ്വപ്ന തുല്യമായി മാറും. സമ്പത്ത് വന്നുചേരും. സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഭൗതിക സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷവും സമാധാനവും അങ്ങനെയെല്ലാം അവർക്ക് പ്രാപ്തിയമാകും. അത്തരം യോഗങ്ങളിൽ ഒന്നാണ് ബുധാദിത്യ രാജയോഗം. പേരുപോലെ ബുധനും സൂര്യനും ഒന്നിക്കുന്നതിലൂടെ രൂപമെടുക്കുന്ന യോഗമാണിത്. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ സെപ്റ്റംബർ 16 കന്നി രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. സെപ്റ്റംബർ 23 ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധനും കന്നിയിൽ വന്നെത്തും. ഇരു ഗ്രഹങ്ങളുടെയും സംയോഗത്തിലൂടെ ബുധാദിത്യ രാജയോഗം രൂപം കൊള്ളും. ബുധാദിത്യ രാജയോഗത്തിൻ്റെ ഫലമായി ചില രാശിക്കാർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നുചേരും. ഇവർക്ക് സമൂഹത്തിൽ പേരും പ്രശസ്തി വന്നുചേരും. ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. അതിലാദ്യം വരുന്നത് ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്ക് ബുധാദിത്യ രാജയോഗം ലാഭപ്രദമായിരിക്കും. കാരണം ഈ രാജയോഗം ഇവരുടെ ധനം, സമ്പത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ കാലയളവിൽ ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. അപ്രതീക്ഷിതമായി ലഭിക്കാനുള്ള പണം തിരികെ കിട്ടും. കൂടാതെ ഈ കാലയളവിൽ സമൂഹത്തിലെ പ്രശസ്തരായ വ്യക്തികളുമായി അടുത്ത് ഇടപഴകാനും പരിചയം സ്ഥാപിക്കാനും ഇടയാകും. ആഗ്രഹിച്ച പല കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കും. ബിസിനസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ്. ബിസിനസ്സിൽ നിന്നും മികച്ച ലാഭം വന്നു ചേരും. പല കാര്യങ്ങളിലും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നല്ല രീതിയിൽ ആ ഒരു കാര്യം ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകും. അടുത്തത് വൃശ്ചികൻ രാശിയാണ്. ബുധാദിത്യ രാജയോഗം വൃശ്ചികൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. കാരണം ഈ രാജയോഗം ഇവരുടെ വരുമാനം, ലാഭം എന്നിവയുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കാലയളവിൽ വരുമാനം വർദ്ധിക്കുന്നതാണ്. ബിസിനസ്സിൽ നിന്നും വലിയ ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം നേടിയെടുക്കും. ആളുകളുമായുള്ള സഹയോഗം വർദ്ധിക്കുന്നതാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്നതാണ്. ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. ആലോചിച്ച് വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കും. സാമ്പത്തികമായി വളരെയധികം മെച്ചപ്പെടുന്നതാണ്. അടുത്തത് മകരം. മകരം രാശിക്കാർക്കും ശുഭഫലങ്ങളാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇവരുടെ ഭാഗ്യം, വിദേശം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം രൂപപ്പെടുക. അതായത് ഈ കാലയളവിൽ ഇവർക്ക് പരിപൂർണ ഭാഗ്യ പിന്തുണ ലഭിക്കും എന്നാണ് ഇതിലൂടെ പറയുന്നത്. വിദേശത്തേക്ക് യാത്രകൾ പോകാനുള്ള യോഗമുണ്ടാവും. അതാണ് ആദ്യം ഭാഗ്യം, വിദേശം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ വിദേശ യാത്രകൾ പോകാനുള്ള യോഗമുണ്ടാകും. ഭൗതിക സുഖങ്ങൾ പ്രാപ്തമാകും. ജോലിയിൽ പെട്ടെന്നുള്ള ഉയർച്ച വന്നു ചേരും. ശമ്പളം വർദ്ധിക്കും. ചെറുതും വലുതുമായ യാത്രകൾ നടത്തേണ്ടി വരും. ഈ സമയം ധാർമ്മികവും മംഗളകരവുമായ പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടുകയും പണം സമ്പാദിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ഈ പറഞ്ഞ 3 രാശിക്കാർക്കാണ് ബുധാദിത്യ രാജയോഗം വന്നു ചേരുന്നത്. ഈ പറഞ്ഞ രാശിക്കാർ ക്ഷേത്ര ദർശനവും അതുപോലെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ ക്ഷേത്രത്തിൽ, നിങ്ങളുടെ അടുത്ത് നിങ്ങൾ എപ്പോഴും പോകാറുള്ള ദേശക്ഷേത്രത്തിൽ നിങ്ങളുടെ പേരിൽ അർച്ചനയും ഒക്കെ നടത്തുന്നത് നിങ്ങൾക്ക്
ഈ ഒരു ബുധാദിത്യ രാജയോഗം വന്നു ചേരുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ കൂടുതൽ സമ്പത്തും ഐശ്വര്യവും ധനലാഭവും ഒക്കെ ഉണ്ടാകാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ മാറ്റങ്ങൾ വരുന്നത്. മറ്റൊരു അധ്യായവുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.